ഹായ്, ഇതാണ് മൈസൂരിലെ സാൻഡ് മ്യൂസിയം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സാൻഡ് സ്കൾപ്ചർ മ്യൂസിയമാണിത്. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഷുഗമനയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയും മെലഡി വാക്സ് മ്യൂസിയത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയുമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ എൻട്രി ഫീ ഒരാൾക്ക് 40 രൂപയും കുട്ടികളാണെങ്കിൽ 20 രൂപയുമാണ്. ഇതാണ് ചാമുണ്ടേശ്വരിയുടെ മണലിൽ തീർത്ത മനോഹരമായ ശില്പം. ഇതുപോലുള്ള 150ഓളം ശില്പങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടുത്തെ ടൈമിങ് രാവിലെ 8:30 മണി മുതൽ വൈകിട്ട് 6:30 മണി വരെയാണ്. വീഡിയോയിൽ ആദ്യം കണ്ട ചാമുണ്ടേശ്വരി, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, ഇസ്ലാമിക് കൾച്ചർ, ഗണപതി, മഹാഭാരത വാർ, ദസറ അമ്പാരി, വിൻറ്റേജ് കാറ് തുടങ്ങിയവയൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. മൈസൂരിൻ്റെ സാംസ്കാരിക പൈതൃകം, വന്യജീവികൾ, മതം തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി സാൻഡ് ആർട്ടിസ്റ്റ് MN ഗൗരിയാണ് 150ഓളം മണൽ ശില്പങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് 2014 ഈ ഒരു മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു പേരായിരിക്കും MN ഗൗരിയുടേത്. അവരൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു. അവരുടെ സെക്കൻഡ് ഇയറിൽ പഠനം ഉപേക്ഷിക്കുകയും കമ്പ്യൂട്ടർ അനിമേഷനിൽ പരിശീലനം നേടുകയും ചെയ്തു. അവർ 3D സ്മാർട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് 3D മോഡൽസുകൾ സൃഷ്ടിച്ചു. പക്ഷേ ആ കമ്പ്യൂട്ടറിൽ സൃഷ്ടിച്ച ശില്പങ്ങൾക്ക് റിയാലിറ്റി തോന്നാത്തതിനാൽ 2011 ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മണൽ ശില്പങ്ങൾ പരീക്ഷിക്കുകയും ചെയ്തു. അതിൽ വിജയിച്ച അവർ 2014 ഇങ്ങനെ ഒരു മ്യൂസിയം സ്ഥാപിച്ചു. ഈ മ്യൂസിയം കണ്ടാലേ നമുക്ക് അവരുടെ കഴിവ് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മൈസൂരിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലിസ്റ്റിലേക്ക് ഈ ഒരു സ്ഥലവും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഞങ്ങളിവിടെ ഏകദേശം ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതുകൂടാതെ ഇവിടെ ഒരു 3D സെൽഫി പോയിന്റ് എന്നൊരു സ്പേസും കൂടിയുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.